തുടങ്ങട്ടെ. ഇനി അല്പസമയം കൂടി എന്നോട് ക്ഷമിക്കുക, എന്നെ കേട്ടുകൊണ്ടിരിക്കുക, എന്നെ സഹിക്കുക കേട്ടോ. 50 വർഷം മുൻപ് നാട് വിടുമ്പോൾ ഡൽഹിയിലായിരുന്നു മിക്കവാറും ജീവിതം. അവിടെ ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിൽ അതിലൊക്കെ എത്രയോ ആണ്. അന്ന് മൈക്രോവേവ് ഒന്നും ഇല്ലായിരുന്നു, ഫ്രിഡ്ജ് വലിയ റിച്ച് ആൾക്കാർക്കേ ഉള്ളായിരുന്നു. ഇന്നതെല്ലാം വളരെ സുലഭമായിരിക്കുന്നു. ഇന്ന് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചൊന്നും ആർക്കും അറിയത്തില്ല. എവരിബഡി ബെൽ ഓഫ്. അങ്ങനെ ഇന്ത്യ അനേക വിധത്തിലും പുരോഗമിച്ചിരിക്കുന്നു. ആ ചെറുപ്പം മുതൽക്കേ ഞാൻ പറഞ്ഞല്ലോ, ഏത് ഗവൺമെൻറ് ഭരിച്ചാലും BJP ആയാലും പിന്നെ കോൺഗ്രസ് ആയാലും എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ ഫോക്കസ് ചെയ്യുന്നതും സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, അവർക്കുള്ള ആഹാരവും ദൈനംദിന ജീവിതത്തിലെ ഈ വലിയ കാറുകളോ അതിലോ ഒന്നുമല്ല എൻ്റെ ഫോക്കസ്. അതെല്ലാം ഇന്ന് കേരളത്തിലുണ്ട് എല്ലാവർക്കും. എന്നാലും എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഫീസ് കൊടുക്കാൻ നിർവാഹമില്ലാത്തവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഫീസ് ഇളവ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഹൈസ്കൂൾ വരെയെങ്കിലും ഫ്രീ എഡ്യൂക്കേഷനും, അതുപോലെ വിശക്കുന്ന പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചമക്കിന് ഒരു നേരത്തെ ആഹാരം ഫ്രീ ആയിട്ടും. ഇപ്പോഴും വയനാട്ടിലെ എത്രയോ പെണ്ണുങ്ങളുള്ള 2 മെഡിക്കൽ സ്റ്റുഡൻസിന് 50,000 രൂപ വീതം സ്കോളർഷിപ്പ് കൊടുത്തു. എവിടെയോ ഉള്ള ഒരു വിജയകുമാറിന് കിഡ്നി ഫെയിലിയർ, ഇതെല്ലാം ഞാൻ തനിയല്ല, ഈ അസോസിയേഷൻ്റെ ത്രൂ ആണ് ഇതൊക്കെ അന്ന് ചെയ്തത്. അതിന് കിഡ്നി ട്രാൻസ്പ്ലാന്റിനുള്ള പൈസ സമാഹരിച്ചു കൊടുത്തു. കേരള ഹൗസിലേക്ക് ഒരു 65 ചെയർ മേടിച്ചു കൊടുത്തു. അങ്ങനെ അനേകം കാര്യങ്ങൾ, ഒരു 30 കാര്യങ്ങൾ ഒക്കെ എനിക്ക് ചെയ്യാനുണ്ട്. ഞാൻ ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ അവാർഡിനോ ഡിഗ്രിക്കോ ഒന്നും പോയതല്ല. ഞാനിവിടെ വരുമ്പോൾ ഇതൊരു കാട്ടുപ്രദേശമായിരുന്നു. അന്ന് തുളസിയുമില്ല, വൃക്ഷവും. എങ്ങനെയോ ബൈക്ക് യാർഡിലൊരു കൃഷ്ണ തുളസി വന്നു. പിന്നെ ഞാൻ അതിനെ ശേഖരിച്ച് ഉണ്ടാക്കി വീടിൻ്റെ ഫ്രണ്ട്. അക്കാലത്താണ് നീതാസാനി എന്ന് പറയുന്ന ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിലെ ട്രസ്റ്റി ആയിരുന്ന ആളെ എൻ്റെ വീടിന് ഈ സബ് ഡിവിഷനിലാണ് താമസിക്കുക. അതിലൂടെ പോയപ്പോൾ തുളസി കണ്ടു. അങ്ങനെ വന്നിട്ട് വീടിൻ്റെ ഡോറിൻ്റെ അവിടെ കൊട്ടിയിട്ട് എന്നോട് ചോദിച്ചു, നീ ഹിന്ദുവാണോ, എനിക്കൊരു തുളസി പ്ലാന്റ് തരാമോ? ഞാൻ പറഞ്ഞു കമോൺ കമ്മിൻ. അവരകത്ത് കയറി വന്നു. അങ്ങനെയാണ് എനിക്ക് അതുവരത്തെ കിട്ടിയിട്ടുള്ള KHS തൊട്ട് മലയാളി അസോസിയേഷൻ തൊട്ട് NSS തൊട്ട് പലയിടത്തു നിന്നും കിട്ടിയ കുറേ അവാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ കൊണ്ടുവന്ന് കൊടുത്തു. അവിടെ പാനൽ ഓഫ് 5 ലോയേഴ്സ് ജഡ്ജസ് അത് ജഡ്ജ് ചെയ്തിട്ട് അങ്ങനെ 2016 മെയ് 14 ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജ് എനിക്കൊരു ഓണററി ഡിഗ്രി തരുന്നത്. അത് ഞങ്ങൾ 4 റെസിപ്പിയൻസ് ആയിരുന്നു. ഒന്ന് ഇവിടുത്തെ ഫുഡ് ബാങ്കിൻ്റെ മാനേജർ, ഒന്നൊരു ലോ ഫേമിലെ തൂപ്പുകാരത്തിയായിട്ട് കയറിയ ഒരു വിയറ്റ്നാമീസ് സ്ത്രീ, പിന്നെ ഒരു ലോയറായി. അങ്ങനെ ആദ്യമേ എന്നെയാണ്. അത് NRG സ്റ്റേഡിയത്തിൻ്റെ ടോപ്പിൽ അവിടെ ഇന്ത്യൻ പ്രസിഡന്റ് മോദി അദ്ദേഹം വന്ന് അവിടെ ആദ്യം കാല് കുത്താൻ ഭാഗ്യമുണ്ടായ ഒരു മലയാളി സ്ത്രീ ഞാനാണെന്ന് ഞാൻ വിചാരിക്കും. പ്രൈം മിനിസ്റ്റർ മോദി അദ്ദേഹം വന്ന് അവിടെ ആദ്യമായിട്ട് കാല് കുത്താൻ ഭാഗ്യം കിട്ടിയ ഒരു മലയാളി സ്ത്രീ ഞാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊന്നും എൻ്റെ കഴിവോ എൻ്റെ സാമർഥ്യമൊന്നുമല്ല. എല്ലാം ആ പരാശക്തി, ആ ദൈവമെന്ന്, അതാരായാലും ജീസസ് ആയാലും കൃഷ്ണനായാലും എല്ലാം ഒന്ന് തന്നെ. ഞാൻ പോകാത്ത ഒരു ചർച്ചില്ല ഇവിടെ. ഞാൻ അറ്റൻഡ് ചെയ്യാത്ത വളരെ കുറച്ച് ഫ്യൂണറലേ ഇവിടെയുള്ളൂ. എനിക്ക് ജാതിയെന്നോ മതമെന്നോ ഒന്നും വ്യത്യാസമില്ല. ഇവിടുത്തെ ന്യൂസ് റീഡർ റാന്നിക്കാരൻ ജീമോൻ പറയും, പുനിച്ചേച്ചി ഒരു സ്ത്രീയല്ല, ഒരു സംഭവമാണെന്ന്. ഇതെല്ലാം നിങ്ങളുടെ ഹൂസ്റ്റൺ മലയാളികളുടെ സ്നേഹവും അനുഗ്രഹവുമാണ്. ഇവിടെ രാഷ്ട്രീയ KP ജോർജ് അദ്ദേഹം പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളൊന്നിച്ച് ആഹാരം കഴിച്ചിട്ടുണ്ട്. അതുപോലൊക്കെ ജൂലി ഇന്ന് ജഡ്ജായിരിക്കുന്ന ആളെ ഒരു ദിവസം വൈകിട്ട് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ നോക്കിയപ്പോൾ ഇല്ല ശരിയാണ്, ഒരു അറ്റോർണി ജൂലി മാത്യു, ഐ തോട്ട് സം അമേരിക്കൻ ലോയർ. എനിക്ക് 3 ആൺമക്കളാണല്ലോ, അവരൊക്കെ അന്നൊക്കെ ടീനേജ് പ്രായം 20s ഒക്കെ. ഞാനോർത്ത് പിള്ളേർ വല്ല തെറ്റും ചെയ്ത് കാണും. ഞാൻ പേടിച്ച് കുറച്ച് കോൾ റിട്ടേൺ ചെയ്തു. ഐ റിസീവ്ഡ് എ കോൾ ഫ്രം യുവർ ഓഫീസ് ജൂലി മാത്യു, ഐ എം മിസ്സസ് പിള്ളെ. അപ്പോൾ ജൂലി എന്നോട് മലയാളത്തിൽ വർത്താനം പറഞ്ഞു. പിന്നെ ചേച്ചി, നിങ്ങളെക്കുറിച്ച് അറിയാനിടയായി. ഞാനിങ്ങനെ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. എന്നെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കെൻ മാത്യു സാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, പിന്നെ സംസാരിക്കുക. അങ്ങനെ ജൂലി ഇവിടെ വന്നു. ജൂലിയെ പിന്നെ ഞാൻ എല്ലായിടത്തും മലയാളി അസോസിയേഷൻ, വേൾഡ് മലയാളി, NSS എല്ലായിടത്തും കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ജൂലിയുടെ ഇലക്ഷനും എല്ലാവരുടെയും ജഡ്ജ് സുരേന്ദ്രനെ ഇവിടെ വന്ന് എൻ്റെ മുൻപിൽ വന്ന് ഇതുപോലൊക്കെ
എന്നെ ഇൻ്റർവ്യൂ അല്ല, അദ്ദേഹം എന്നോട് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു. ഇങ്ങനെയൊക്കെ അനേകം. പിന്നെ ഇവിടെ അങ്ങനെ അത് തന്നെയല്ല, 1985 എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട സംഗീതജ്ഞൻ നമ്മളുടെ യേശുദാസ് അദ്ദേഹം ഞങ്ങളുടെ ആദ്യത്തെ പഴയ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ അന്ന് ഒരു ഹിന്ദു സൊസൈറ്റിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വിജയ യേശുദാസിൻ്റെ കൂടെ ആഫ്റ്റർ 35 ഇയേഴ്സ് ആ സെയിം ഒരു സ്റ്റേജ് പങ്കിടാൻ 2021 ഗുരുവായൂരമ്പലത്തിൽ ഞാൻ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് ഭാഗ്യമുണ്ടായി. അന്ന് ഞാൻ വിജയ യേശുദാസിനോട് പറഞ്ഞു, 35 വർഷം മുമ്പ് KHS വേണ്ടി ഞാൻ വിമൻസ് ഫോറം ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ താങ്കളുടെ പിതാവിനോടൊപ്പം ഞാനൊരു സ്റ്റേജ് അങ്ങനെ യേശുദാസ് വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വരാത്തവരെ എൻ്റെ വീട്ടിൽ വരികയും ഒരു പിന്നെ ഇവിടെ ആഹാരം കഴിക്കുകയും വളരെ കുറച്ച് ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ആരൊക്കെയാണ് തന്നെ പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ കൂടെ 1985 അന്ന് പ്രേം നസീർ അദ്ദേഹവും കൃഷ്ണചന്ദ്രനും പിന്നെ ഞാൻ കാണിച്ചില്ല അങ്ങനെ അന്ന് എൻ്റെ ഹസ്ബൻഡ് ചന്ദ്രശേഖരൻ ഉണ്ണിത്താനാണ് അന്ന് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കാറ് ഡ്രൈവ് ചെയ്തിരുന്നത്. അന്നേരം പ്രേം നസീർ അദ്ദേഹത്തിന് ആ രാത്രിയിൽ അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര മഴ. അന്നേരം ഹൈവേയിൽ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന് പേടി, കാറ് ഉണ്ണിത്താനെ പതിയെ ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ പറയും. ഇനി എൻ്റെ അപ്പോൾ തൊഴിലിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. ഇനി എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാം കേട്ടോ. 1979 ഇവിടെ വന്നു. അതുകൊണ്ട് കുറച്ച് ഹിന്ദുക്കളെ ഉള്ളായിരുന്നു അന്നിവിടെ. അപ്പോൾ സൺഡേയ്സ് ഞങ്ങൾ മാസത്തിലൊരിക്കൽ ഓരോ വീടുകളിൽ ഇങ്ങനെ കൂടും. അല്പം ചിക്കൻ കറിയും അത് ചോറുമൊക്കെ ആയിട്ട് അങ്ങനെയാണ് അവിടുന്ന് തുടങ്ങിയത്. പിന്നീട് അത് വളർന്നു, അംഗസംഖ്യയൊക്കെ കൂടി. അപ്പോൾ കേരള ഹിന്ദുസ് ഓഫ് ഹ്യൂസ്റ്റൺ, അതായത് KHS ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് അതിന് ഏറ്റവും മുൻകൈയിൽ നിന്ന് പ്രവർത്തിച്ച ആള് ഒരു CPI മിസ്റ്റർ മാധവൻ പിള്ള എന്ന് പറയുന്ന എൻ്റെ ഹസ്ബൻഡ് ചന്ദ്രശേഖരൻ ഉണ്ണിത്താനും എല്ലാവരും കൂടി. അങ്ങനെ 1983 ഇവിടെ KHS എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഒഫീഷ്യലി ഉണ്ടാകുന്നത്. അന്നേരം അതിന് 1000 പേരോളം, അന്നേരം 1000 പേരേ ഉള്ളൂ എല്ലാവരും കൂടെ. പിന്നെ നമ്മൾ ക്രിസ്ത്യൻസും എല്ലാവരും കൂടെ അന്ന് അതിനു വേണ്ടിയിട്ട് 1000 പേർക്ക് അന്ന് അവിയൽ വെച്ചു. അന്ന് കൈച്ചരവയാണ്, തേങ്ങാപ്പൊടിയും ഒന്നുമില്ല. അവിടുന്നാണ് ജീവിതം തുടങ്ങുന്നത്, പിന്നെ ഒഫീഷ്യൽ ജീവിതം. പിന്നീട് 1985 കൃഷ്ണചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളിനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു പ്രോഗ്രാം നടത്തി. ഡള്ളസ് സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. എൻ്റെ ഹസ്ബൻഡായിരുന്നു അതിന് മുൻപിലൊക്കെ നിന്നത്. അന്നാണ് അലീഷ്യ എന്ന് പറയുന്ന ഇവിടെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. 3 ദിവസം ഞാൻ ബെൻഡാബിലായിരുന്നു, രാവും പകലും. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ബാലൻ്റെയും സോമരാജൻ്റെയും ഒക്കെ കൂടെ കടയിൽ പോയി അരിയും അരിപ്പൊടി കടുക് തൊട്ടെല്ലാം മേടിച്ചു. ഒരു ബാലൻ്റെ വീട്ടിൽ വെച്ചാണ് 1500-2000 പേർക്ക് പ്രഥമൻ ഉണ്ടാക്കണം. അരിപ്പൊടി വെള്ളത്തിൽ ചാലിച്ച് വാഴയിലയിൽ അത് പരത്തി അത് ഉണ്ടാക്കി ഞാനും ഒരു ശ്യാമളയും ബാലൻ്റെ ഭാര്യയും ഹോമനയും കൂടെ. അങ്ങനെയൊക്കെയാണ് ഹിന്ദു സൊസൈറ്റി. ഇന്നത് വളർന്ന് വന്ന് KHNA ആയി, അതായത് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. ഇപ്പം വലിയ നേതാക്കന്മാരും ഒക്കെയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങളൊക്കെ അങ്ങോട്ട് ചെന്നാൽ അവരാരും നമ്മളെ അറിയത്തുമില്ല, നോക്കത്തുമില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ ഒരു KHNA കൺവെൻഷൻ നടന്നു. ഞാനവിടെ പോയിരുന്നു, വലിയ ഭാഗഭാഗമൊന്നും അല്ലായിരുന്നു. അങ്ങനെയാണ്. എന്നാലും ഞാൻ പിന്മാറിയിട്ടില്ല. അതാണ് ഇവിടുത്തെ KHNAയും KHS എന്നും ഒക്കെ എല്ലാവരും ചോദിക്കുന്നതിൻ്റെ കഥ. പിന്നീട് എൻ്റെ മറ്റേ ഔട്ട്സൈഡ് ജീവിതം പറയാം. പിന്നീട് NSSൽ ഞാൻ പ്രസിഡൻ്റാകത്ത ഒരു അസോസിയേഷനും ഇവിടെ ഇല്ല. മലയാളി അസോസിയേഷൻ KHSൽ കമ്മിറ്റിയിൽ ഫുഡ് കോർഡിനേറ്റർ, കമ്മിറ്റി മെമ്പറൊക്കെ ആയിട്ട് പലപ്പോഴും പ്രവർത്തിച്ചു. 2003 മലയാളി അസോസിയേഷനിൽ പ്രസിഡൻ്റായി. അവിടെ വെച്ച് ഒരുപാടും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അന്നൊക്കെ റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നെ ആദ്യമായിട്ട് അവിടോട്ട് മലയാളി അസോസിയേഷനിൽ കൊണ്ടുപോയത് എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല. ഒരു മാത്യു മത്തായിയാണ്. അദ്ദേഹം എങ്ങനെയോ മനസ്സിലാക്കി എന്നിൽ എന്തൊക്കെയോ ഹാർഡ് വർക്കിംഗ് ക്വാളിറ്റി ഉണ്ടെന്ന്. അത് 1996
2003 ഞാൻ മലയാളി അസോസിയേഷനിൽ പ്രസിഡൻ്റ് ആകുന്നത്. പിന്നീട് ഒരുപാട് നമ്പർ ഓഫ് എന്നാൽ 2007 എനിക്ക് കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം നിങ്ങൾ. അപ്പം അഹമ്മദാബാദിൽ അങ്ങ് ഒരു ഭൂകമ്പം നടന്നപ്പോൾ $7,500 അന്ന് സമാഹരിച്ച്. ലാട്ടൂർ ഭൂകമ്പമാണോ? ലാട്ടൂറാണോ അതോ കച്ചിലായിരിക്കും? അന്നേരത്തെ മലയാളി അസോസിയേഷൻ്റെ ത്രൂ സമാഹരിച്ച് വാങ്കടി എന്ന് പറയുന്ന കൗൺസിലിൻ്റെ എൻ്റെ വീട്ടിൽ കൊണ്ട്. ആ കൂട്ടത്തിൽ അന്ന് വന്നിരുന്നത് തോമസ് ഊട്ടി നെയ്ച്ചേരിൽ, ശശിധരൻ നായർ, മലയാളി പേപ്പറിൻ്റെ ഓണർ മലയാളി തോമസ്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറേ നാൾ അവിടെ കഴിച്ചു. അക്കാലത്താണ് വേൾഡ് മലയാളി കൗൺസിൽക്കാർ മനസ്സിലാക്കി ഈ സ്ത്രീക്ക് എന്തൊക്കെയോ ഹാർഡ് വർക്കിംഗ് ക്വാളിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഒരു ദിവസം രാവിലെ ജേക്കബ് കുടസനാടും SK ചെറിയ ബെല്ലടിക്കുന്നു ആരോ. ഞാൻ വന്ന് നോക്കിയപ്പോൾ ജേക്കബ് കുടസനാടും SK ചെറിയാത്തിനും വാതിക്കുന്നത്. എന്താ രാവിലെ വിളിക്കാതെ ഇങ്ങോട്ട്? ആ ചേച്ചി ഒരുപാട് നാൾ മലയാളി അസോസിയേഷനിലൊക്കെ പ്രവർത്തിച്ചിട്ടില്ല, ഇനിയും ഞങ്ങളുടെ കൂടെ കുറച്ച് നാൾ. അങ്ങനെ അവരുടെ കൂടെ 2004 തൊട്ട് 5, 6, 7 4 വർഷം പ്രസിഡൻ്റായിട്ടൊക്കെ പ്രവർത്തിച്ചു. ആ കാലത്താണ് ഫാൻസിമോൾ പള്ളാത്തോട് എന്ന് പറയുന്ന ആൾ എൻ്റെ കൂടെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. ഫണ്ട് റേസിങ് പ്രോഗ്രാമൊക്കെ നടത്തി. നല്ലതല്ല. അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പം 15 മെമ്പേഴ്സ് പോലും മെമ്പേഴ്സില്ല. അതിനെ ഞാൻ വളർത്തി 90 ഫാമിലിയോളമാക്കി. പിന്നീട് അവിടെ വെച്ചാണ് കുറേ ഫണ്ട് സമാഹാരമൊക്കെ ചെയ്തിട്ട് പിന്നെ ചെങ്ങന്നൂർ, പത്തനംതിട്ട, റാന്നി ഇവിടുത്തെയൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ ലേബർ റൂമൊക്കെ പെയിൻറ്റ് ചെയ്തു, ലേബർ ടേബിളും ഒക്കെ മേടിച്ച് കൊടുത്തു. ഹിബ്ബയല്ല അങ്ങനെ. അന്ന് അതിന് നാട്ടിൽ എന്നെ സഹായിച്ചത് ഇന്ദിരാരാജൻ എന്ന് പറയുന്ന വേൾഡ് മലയാളിയുടെ വിമൻസ് ഫോറം നാട്ടിലെ ചെയർപേഴ്സണായിരുന്നു. അങ്ങനെ അവിടെ ഒരുപാട് കാര്യങ്ങൾ അക്കാലത്ത് ചെയ്തു. പിന്നെ അക്കാലത്താണ് ഇവിടെ ഇൻഡോ അമേരിക്കൻ നേഴ്സസ് അസോസിയേഷൻ തുടങ്ങുന്നത്. പിന്നെ അവിടോട്ടും പോയി അവരും അക്കാലത്ത് അവിടെയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 തൊട്ട് ഞാൻ ഓർത്തു ഇങ്ങനെ ഇവിടെയൊക്കെ ഞാൻ ഒത്തിരി ചെയ്യുന്നു. അപ്പം ഒരു നാട്ടിൽ നിന്നൊരു കൊച്ചെന്നെ വിളിച്ചു, സുനിത നായർ ഏതാണ്ട് പേര്, ജീവിക്കാൻ മാർഗമില്ല, ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ കേട്ടു. പിന്നെ പലരിൽ നിന്നും 50, 100 വീതമൊക്കെ സമാഹരിച്ച് ആ കൊച്ചിന് നഴ്സിംഗ് ഡിപ്ലോമ പഠിക്കാനുള്ള കാശ് അയച്ചു കൊടുത്തു. പിന്നീട് വേറെ ഒരു കുട്ടി വിളിച്ചു, ലക്ഷ്മി പിള്ള. പിന്നെ വേറെ ഒരെണ്ണം ഡോണ മറിയ ഡൊമിനിക്ക്. അങ്ങനെ 4 നഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് NSS ഇവിടെ തുടങ്ങുന്നത്. 2000. എന്നാലും ഒരു ഏലത്തയ്യോ ചേച്ചി വെച്ചോ, ഭയങ്കര അത്ഭുതം. ഇതെന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചേച്ചി? ഇത്രയും വന്നിട്ടില്ല അല്ലേ? അതെ അതെ. ഇത് ആ ഒരു പ്രകൃതിയിലല്ലല്ലോ. അതെ കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതെ അതെ. ശംഖുപുഷ്പം കണ്ടില്ലേ? ശംഖുപുഷ്പം ഉണ്ട്. കൃഷ്ണൻ ഏറ്റവും ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം പൂക്കൾ ഇങ്ങനെ വരുമല്ലോ. ഏതാ ശംഖുപുഷ്പം? ശംഖുപുഷ്പം. ഓ, ഞാനതൊന്നും കണ്ടിട്ടില്ല ചേച്ചി. ഇത് അരളി ഫാമിലിയാണോ? അല്ല അല്ല, ശംഖുപുഷ്പം. ഏറ്റവും ഇഷ്ടമുള്ളത് ശംഖുപുഷ്പമാണ്. പുഷ്പങ്ങളില് ശംഖുപുഷ്പം, തുളസി, അതാണ് ആ പടർന്നിരിക്കുന്നത്. ഓ, ഓക്കെ ഓക്കെ. ഞാൻ ഇതൊക്കെ സാഹിത്യത്തിൽ കേട്ടിട്ടേ ഉള്ളൂ. ശംഖുപുഷ്പം കണ്ണെഴുതി. ശംഖുപുഷ്പം ഇതൊക്കെ നാട്ടിൽ നിന്ന് അരി കൊണ്ടൊന്ന് വെച്ച് പിടിപ്പിച്ചു. പിന്നെ വർഷം തോറും ഇതിനെ ടേക്ക് കെയർ ചെയ്യുക, പുല്ല് പറിക്കുക. ഇത് നാട്ടിലെ ചന്ദ്രകാന്തി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഓ, ഇത് വെണ്ടയല്ലേ വെച്ചിരിക്കുന്നത്? അല്ല, ഇത് വെണ്ടയല്ലല്ലോ. ശ്രീലങ്കൻ പൂവാ, ഇപ്പം വിടർന്ന് നിന്നതാ. ഇപ്പൊ അത് ഇത് പിന്നെ ഇത് തുളസിയാ. ഇത് രണ്ടും തുളസി. ഇവിടെ 2-3 ഇതിനൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ ഇതുങ്ങളെയും ടേക്ക് കെയർ ചെയ്യുക. ഇത് പോവാ ചേച്ചി? പേരുണ്ട് എനിക്ക്. നാട്ടിൽ നിന്ന് അരി കൊണ്ടുവന്നതാ കേട്ടോ. ആണല്ലേ? അതാ വെള്ള ചെമ്പരത്തിൽ വെളി മുമ്പിൽ കണ്ടത്. ഞാൻ അത്ഭുതം ആദ്യമായിട്ടാണ് ചേച്ചി. ഞാനും ഇവിടെ വിളിക്കൊരു തൈ ഇങ്ങനെ ഞാൻ വെളിയിൽ നിന്ന് വായിച്ചു നിന്നു. ഏതാണ്ട് കളയാണെന്ന് വിളിച്ച് കള. പിന്നെ ഒരു പൂവ്. അപ്പോൾ പിന്നെ അതിങ്ങനെ പറിച്ച് നട്ട് മാറ്റി വെക്കുന്നതാണ് കേട്ടോ. ഇത് ഏതാണ്ട് ഒരു ശ്രീലങ്കൻ ചെടിയാണ്. രാവിലെ കാണാൻ നല്ല രസമാണ്. പാക്കറ്റിൽ അരി മേടിച്ചിട്ട് കിളിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു ചമ്പാസൂടെ കഴിയുമ്പോൾ ഒരുപാടും പോകും. ഇതിനെയൊക്കെ നയിച്ചതും ഇനിയുള്ള കാലം നയിക്കാൻ പോകുന്നു. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ സഹോദരന്മാരോടും നമ്മൾ ദൈവവിശ്വാസത്തോടു കൂടി മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്
നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. മരണം വരും, മരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടെന്ന കാര്യമില്ലല്ലോ. അവനവനെ കഴിയുന്ന സത്കർമ്മങ്ങൾ ചെയ്യുക, നല്ല മനുഷ്യരെ സ്നേഹിക്കുക, സ്നേഹം, സമത്വം, സാഹോദര്യം, സത്യം, സേവനം, ഈ 5 കാര്യങ്ങളായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. എവിടെ നമ്മൾ പോയാലും അത് മുൻനിർത്തി പ്രവർത്തിക്കുക. ജീവിതം ഒരിക്കലും ഒരു ഫെയിലിയർ ആകത്തില്ല. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ല. ശനി അദ്ദേഹം ഇപ്പം ഇങ്ങോട്ട് വന്നു, അന്നേരം ഓർമ്മയിൽ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ആൻറ്റി. താങ്ക് യു. എൻ്റെ ഇളയ മകന്, എൻ്റെ വാട്സപ്പ് എനിക്കില്ല, അത് വർക്ക് ചെയ്യുന്നില്ല, ശരിയാക്കണം. അന്നേരം അങ്ങനെ അപ്പോൾ പിന്നെ രാത്രി ഞാൻ ഇവിടുത്തെ 11:30 അവളെ വിളിച്ച് സംസാരിച്ചു, റോസമ്മേ. പിന്നെ വേറെ അബുദാബിയിലൊരു അന്നമ്മച്ചാൻ്റെ ഉണ്ട്, കുമ്പനാട്ടുകാരത്തി. ഞങ്ങൾ 3 പേരും കൂടെ പിന്നെ കുറേ നേരം, എത്രയോ വർഷം മുമ്പ് പാറ്റ്ന മെഡിക്കൽ കോളേജ്, അതാണ് സ്നേഹബന്ധം എന്ന് പറയുന്നത്. ചേച്ചി ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ചേച്ചിയെ വിളിച്ചോ? വിളിച്ചല്ലോ, ഡോക്ടർ വിളിച്ചോ? ഇല്ല വിളിച്ചില്ല. ഇനിയും വിളിച്ചോന്ന് അറിയത്തില്ല, പേര് കണ്ടില്ലെങ്കിൽ ഞാൻ ഡോക്ടറിന്റെ ഫോൺ നമ്പർ എന്താ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഇല്ല, ഡോക്ടർ ഫോൺ നമ്പർ തന്നില്ല. കാര്യം ഇവിടെ ഫോൺ ഒരുപാട് അറിയാം, 47, 50 ഒക്കെ ഫോൺ ഇങ്ങനെ വരും. അപ്പം ഇന്നലെ ഞാൻ ഒരു കൊച്ചു വിളിച്ചേച്ച് പറഞ്ഞു, കൊച്ചാരാണോ? ഇവിടെ ഉള്ളതാ, മിനി എന്നാ അതിന്റെ പേര്. എൻ്റെ ഹസ്ബൻഡിന്റെ, മരിച്ചുപോയ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മകള് ഈ വിളിച്ച കൊച്ചിന്റെ അമ്മായി ആയിട്ട് വരും. ഇവിടെയുള്ള കൊച്ച മിനി എന്നാ പേര്. ശരി, സിന്ധു. അന്നേരം എന്നോട് പറഞ്ഞു, ചേച്ചി ആ ഫോൺ എടുക്കേണ്ടതാണോ? ഇങ്ങനെ വരുമല്ലേ, എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയില്ല. നമ്മൾ പോയി 10 മിനിറ്റ് ഇരുന്ന് നോക്കാം. ചിലപ്പോൾ പേര് കാണിച്ചില്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല. നമ്മുടെ മനസ്സിലായി ചേച്ചി, അത് പോയി. അത് ചേച്ചി ആ ഫോണിൽ കൊണ്ടുവരാം. എന്നാല് കുടുംബം ഇവിടെ ഉണ്ട്, സാറ് സമാധാനമായിട്ടിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തെ ലാസ്റ്റിൽ കണ്ടത്. യേശുദാസ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഞങ്ങളൊരു ഹോട്ടലിൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞൊരിക്കൽ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മാനസിക അടുപ്പത്തിന് പരിധിയില്ലല്ലോ, ശാരീരിക അടുപ്പത്തിനല്ലേ പരിധിയുള്ളൂ. മാനസിക അടുപ്പം എവിടം വരെയും ആകാം. അങ്ങനെ പ്രമുഖരായിട്ടുള്ള അനേകം ആൾക്കാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും കഴിക്കാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ കഴിവോ കാരുണ്യമോ ഒന്നുമല്ല. എപ്പോഴും ഐ മിസ് മൈ ഹസ്ബൻഡ്. എൻ്റെ തലയിലെടുത്ത് എന്ത് ചെയ്യാനാണ്? എൻ്റെ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ അനേകം സ്ഥലങ്ങളിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇനിയൊരു ജന്മം എനിക്കുണ്ടെങ്കിലെന്ന്. പിന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹം സ്ത്രീകളെ അങ്ങനെ അധികം മുൻപോട്ട് വരാനോ അവഹേളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2017 നേർക്കാഴ്ച പേപ്പറിൽ സെപ്റ്റംബറിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ആർഷഭാരതത്തിൽ സ്ത്രീകളുടെ സ്ഥാനം എവിടെയാണെന്ന്. പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്നതേ, ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് വരും, സ്റ്റേറ്റ് ബോർഡും ഒക്കെ പാസ്സായ സ്ത്രീകൾ, നേഴ്സന്മാർ. അപ്പോൾ നാട്ടിലെ ഇപ്പോൾ ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റുമായിട്ടുള്ള ആൾക്കാരിങ്ങനെ അവർക്കുണ്ട്. അവരെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ പരിതസ്ഥിതികളാണ്. അന്നേരം അവർക്ക് പ്രായവും നോക്കണ്ട, സൗന്ദര്യവും ഒന്നും നോക്കണ്ട, ഇക്കരെ കടക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു പാസ് വേണം. അതിന് വേണ്ടിയിട്ട് അവർ കല്യാണം കഴിക്കും, പിന്നെ ഇവിടെ വരും. പിന്നെ വന്നു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തികം മെച്ചപ്പെടുമ്പോഴേ അവർക്ക് ആ ഭാര്യയോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നീട് അവർക്ക് സുഖമുള്ള കിടക്ക എടുത്ത് പോകുന്നു എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് പണ്ടൊക്കെ പേപ്പറിൽ. ഇത് ഞാൻ ഒളിച്ചുകളിയൊന്നും പറയുന്ന കാര്യങ്ങളൊക്കെയല്ല. അങ്ങനെയാണ് ഇവിടെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരു റേച്ചലിനെയും ഒരു മിസ്സസ് മാത്യൂസിനെയും വേറെ ആരൊക്കെ കൊലപ്പെടുത്തിയ കഥകളും ഒക്കെ നമുക്കുണ്ടല്ലോ. ഇത് ഞാനിവിടെ വന്നിട്ട് 51 വർഷമായി. എന്നോടെല്ലാവരും പറയും എൻ്റെ ജീവചരിത്രം തന്നെ ഒരു മൂവി ആക്കണമെന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാടും പറഞ്ഞാൽ തീരാത്ത കഥകൾ എനിക്ക് പറയാനുണ്ട്. എനിവേ എല്ലാം പിന്നെ ഞാൻ 37 വർഷമായിട്ട് സിംഗിൾ പേരൻ്റാണ്. എനിക്ക് 3 ആൺമക്കളാണ്. 11 PM to 7 AM ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം പോലും എൻ്റെ മക്കളെ ഞാൻ ബസ്സിന് വിട്ടിട്ടില്ല. കാര്യം വേണ്ടാത്ത ലാംഗ്വേജ് പഠിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒന്നും വേണ്ട. ഞാൻ കൊണ്ടുവരും, കൊണ്ടുവിടും. ഒരു ദിവസം പോലും ഞാൻ എൻ്റെ ജോലിയിൽ ലേറ്റ് ആയിട്ടില്ല. ഇതൊക്കെയാണ് ദൈവം എനിക്ക് തന്ന ഗുണങ്ങൾ. അപ്പോൾ പിള്ളേരൊക്കെ ഇപ്പോൾ പഠിച്ചു. മൂത്തയവൻ കല്യാണം കഴിച്ചു. അത് വാസ്തവത്തിൽ ഞാൻ ആ പെൺകുട്ടിയുടെ വീട് പോലും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്നറിഞ്ഞു, മകനോട് പറഞ്ഞു. അയൽവക്കത്തുള്ള ഒരു വീട്ടിലെ വെച്ചാണ് കണ്ടത് കുട്ടിയെ. അങ്ങനെ
9-ാം ദിവസം കല്യാണം. അവർ സുഖമായിട്ട് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നു. 2 ആൺമക്കുട്ടികളുണ്ട്, ജസ്റ്റിനും മിത്രനും. അങ്ങനെ രണ്ടാമത്തെ മകൻ ബോബി, അവൻ വിവാഹ ജീവിതത്തിലൊന്നും വലിയ താല്പര്യമില്ല. ഒരിടത്ത് അടങ്ങി അങ്ങനെ അങ്ങനെ പിടിച്ചു കെട്ടി ഡയപ്പറും ചേഞ്ച് ചെയ്തിരിക്കുന്ന അല്ല എൻ്റെ ജീവിതം. ഹി വാണ്ട്സ് ടു സീ ദ വേൾഡ്. ഇനി കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എന്നോട് പറഞ്ഞു ഇനിയും പാകിസ്ഥാനും സിക്കിമും മാത്രമേ കാണാനുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബോബി, ഡോണ്ട് ഗോ ടു പാകിസ്ഥാൻ. ഓ, ഐ ഡിഡ് എ മിസ്റ്റേക്ക്, ഐ ഡിഡ് ഹാവ് ടു ടെൽ യു വാട്ട് ഐ ആം ഡൂയിങ്. ബട്ട് ബോബി ഹാസ് എ ഗുഡ് ഹാർട്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ബോബിക്ക് 5-6 പട്ടികളുണ്ട്. എവിടുന്ന പട്ടികളെ ഒന്നും അവൻ മേടിക്കുന്നതല്ല, ഈ വഴിയിൽ വാൻഡ്രർ നടക്കുന്ന ആരുമില്ലാത്ത പട്ടികളെ കൊണ്ടുവരുന്നു, അതുങ്ങളെ തീറ്റിപ്പോറ്റുന്നു, അങ്ങനെയൊക്കെയാണ്. പിന്നെ മൂന്നാമത്തെ എവരിബഡി എഡ്യൂക്കേഷനിലും ജോലിയിലും എൻ്റെ 3 മക്കളും കുഴപ്പമില്ല. പിന്നെ മൂന്നാമത്തെ മകൻ ബ്രിട്ടീഷ് പെട്രോളിയത്തിലൊരു ഓഫീസറാണ്. ഹീ ഈസ് ഓൾസോ വെൽ. ഇതെല്ലാം ദൈവാനുഗ്രഹമാണ്. എൻ്റെ കഴിവോ എൻ്റെ സാമർഥ്യമോ ഒന്നുമല്ല. എല്ലാം ഞാൻ ആ പരാശക്തിയിൽ ഈശ്വരനിൽ സമർപ്പിക്കുന്നു. ഒന്നിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു, ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. യുവർ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്. അത്രയൊക്കെ കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും അവസരം തന്നതിന് സെനിയോടെ എൻ്റെ മകനെന്ന നിലയിലും എല്ലാറ്റിലും അഗൈതമായ നന്ദി. എന്നെ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന സഹോദരങ്ങൾക്കും സമുദായ സ്നേഹികൾക്കും എൻ്റെ അഗൈതവുമായ നന്ദി ഒരിക്കൽ കൂടി പ്രദർശിപ്പിക്കും. നന്ദി, നമസ്കാരം. ഓക്കെ ഓക്കെ. കഴിഞ്ഞിടത്തെ ഓമയാ ചട്ടി അളവെന്നാ ഇന്ന് മുളക് പറിച്ചെടുത്തത്. ഇതെല്ലാം ചേച്ചി കടയിലെങ്ങാനും കൊടുക്കോ? ഇല്ല, കൂട്ടുകാർക്കൊക്കെ കൊടുക്കും. അത്രേ ഉള്ളൂ. അതാ വെള്ളച്ചെമ്പരത്തി കണ്ടോ? ഓക്കെ ഓക്കെ. തന്നെ വിളിച്ചു വന്നതാ ഇവിടെ കേട്ടോ. എവിടുന്ന് വന്നു താങ്കളൊക്കെ ചിന്തിച്ചേ? ഇത് ചെമ്പരത്തി, വെള്ളച്ചെമ്പരത്തി ഇങ്ങനെയാണ്. അതിൻ്റെ അടുത്തോട്ട് പോയി മൈ ഗോഡ്. ചെമ്പരത്തിയുടെ ചെത്ത്. ഇത് ചെമ്പരത്തിയുടെ ഫാമിലിയിലുള്ളതായിരിക്കും. തന്നെ എവിടുന്ന് വന്നു പോവാ? ഇങ്ങനാണോ ചെമ്പരത്തിയുടെ ഇല ഇരിക്കുന്നത്? എനിക്കറിയത്തില്ല കണ്ടോ. പക്ഷെ പൂ സെയിം ആ ചെമ്പരത്തി പൂ തന്നെ. പൂ ചെമ്പരത്തിയുടെ പാവലുണ്ട്. അതാ അത് ഇന്നാളി 3 പാവ ആദ്യം ഉണ്ടായി ഞാൻ വിത്തിനിട്ടിരിക്കാം. പിന്നെ ഓക്കെ ആവശ്യത്തിന് കപ്പ ഒരു കപ്പ കൂടെ ഉണ്ടല്ലേ? എന്നാലും ചേച്ചി ഇറങ്ങി ചെയ്യുന്നല്ലോ. അതെ, കൈമേലാഞ്ഞ ഭയങ്കര പെയിനായി കഴിച്ചു. അതെ, രാത്രിയിലൊക്കെ ഉറക്കമില്ലായ്മ വരുന്നുണ്ടോ? പിന്നെ ഉറങ്ങത്തില്ല. ആണല്ലേ? എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടോ ചേച്ചി? ആഹാ ആഹാ. ഇത് നാട്ടിലെ തൊമരയാണോ ചേച്ചി? ഇതിൻ്റെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണോ? ബീൻസായിട്ട്? അല്ല, ബീൻസായിട്ട് വല്ലതും കറി വെക്കാൻ പറ്റുമോ? ഇല്ല, അറിയില്ല. ചെമ്പകം, അശോകമരം. ഈ ഇല എന്തുവാ ഇത്? അയ്യോ, അത് നമ്മുടെ മഞ്ഞളല്ലേ? ഏലം. ഓ, ഇത് ഇലച്ചിയുടെ ഇതാണോ? ഏലക്കായ. ഓ, ഏലക്ക. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? ഇത് നിങ്ങളുടെ പള്ളിയിൽ പണ്ട് വന്നുകൊണ്ടിരുന്ന പണിക്കമുറി എന്ന് പറയുന്നത്. ആ, പണിക്കമുറിയല്ലേ? പണിക്കമുറി പണ്ട് കാലത്ത്. പണിക്കമുറിയിൽ ഞാനും വലിയ കൂട്ടായിരുന്നു. അന്നേരം തന്നതാണ്. ചേച്ചി ഇതിലോട്ടെ. അയ്യോ, സ്മെല്ലുണ്ട് കേട്ടോ. ഏലക്കായുടെ സ്മെല്ലുണ്ട്. ചായ കൊണ്ടാക്കാം. അത് നട്ടുവച്ച് വെക്കാൻ പറ ഭാര്യ. ഓക്കെ ഓക്കെ. അയ്യോ, ചേച്ചി ഇല്ലാത്ത ബലം എടുത്ത് അത് പറിച്ചെടുത്ത്. അയ്യോ, താങ്ക് യു സോ മച്ച്. ഫ്രണ്ടിലെ പൂവായില്ല. ഫ്രണ്ടിലെ പ്ലോട്ട്